മോളിവുഡിൽ നമ്മൾ മിസ് ചെയ്യുന്ന കുറച്ച് സംവിധായകരുണ്ട്. അത് പുതിയ തലമുറയിൽ നമ്മളെ വന്ന് വിസ്മയിപ്പിച്ച സംവിധായകർ. ഒന്ന് ബേസിൽ ജോസഫ് ആണെങ്കിൽ മറ്റൊന്ന് ചിദംബരമാണ്. ഇവർ രണ്ടുപേരുടെയും വരാൻ പോകുന്ന സിനിമകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ നമ്മളെല്ലാവരും. സംവിധാനത്തിൽ ബേസിലാണെങ്കിൽ ഇപ്പോൾ കൂടുതലും സിനിമകൾ അഭിനയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു സംവിധാനത്തിലുള്ള സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. അതുപോലെ തന്നെ ചിദംബരത്തിന്റെയും. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ഏത് ചിത്രം എന്നത് ഇന്ത്യൻ സിനിമ തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ സാമ്പത്തിക വിജയമാണ് മഞ്ഞുമൽ ബോയ്സ് എന്നത്. ബോക്സ് ഓഫീസിൽ 200 കോടി ക്ലബിലെത്തിയ ആദ്യ മലയാള ചിത്രവും മലയാളികൾക്ക് പുറത്ത് മറുഭാഷാ പ്രേക്ഷകരും തിയേറ്ററിലെത്തി കണ്ട ചിത്രമാണിത്. വിശേഷിച്ചും തമിഴ് പ്രേക്ഷകർക്കിടയിൽ റിലീസായ സമയത്ത് ട്രെൻഡ് തന്നെ സൃഷ്ടിച്ചു ഈ ചിത്രം. മഞ്ഞുമൽ ബോയ്സിലൂടെ ഇന്ത്യ മുഴുവനും അറിയപ്പെട്ട സംവിധായകൻ ചിദംബരം തന്റെ ബോളിവുഡ് അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. അതിപ്പോൾ വരാനിരിക്കുന്നത് ഏത് ഗണത്തിൽപ്പെടുന്ന ചിത്രം ആയിരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ചിദംബരവും. ഒരു അഭിമുഖത്തിലാണ് ചിദംബരം ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഹിന്ദിയിൽ ചെയ്യാനിരിക്കുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ചിദംബരത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഡെവലപ്മെന്റ് ഘട്ടത്തിലാണ് ഈ ചിത്രം. താരനിർണയമൊക്കെ നടക്കുന്നതേ ഉള്ളൂ. മുംബൈ പശ്ചാത്തലമാക്കുന്ന ഒരു കഥ തന്നെയാണ്. ഒരു ഗാങ്സ്റ്റർ ഡ്രാമ പോലത്തെ പരിപാടിയാണ്. ഫാൻഡമാണ് നിർമ്മിക്കുന്നത്. ഞാൻ തന്നെയാണ് എഴുതുന്നത്. ഹിന്ദിയിൽ ഒരു സംഭാഷണ രചയിതാവുണ്ട്. ചിത്രത്തെക്കുറിച്ച് തൽക്കാലം ഇത്ര മാത്രമേ പറയാനുള്ളൂ എന്നും ചിദംബരം പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ആരാധകർ ഒന്ന് ഹാപ്പിയായെങ്കിലും മലയാളത്തിലല്ല സിനിമ എന്നറിഞ്ഞപ്പോൾ അവർക്ക് ഒരു നിരാശ സമ്മാനിച്ചു. ചിദംബരത്തിന്റെ റീച്ച് അങ്ങ് ബോളിവുഡിൽ വരെ എത്തിയിട്ടുണ്ട്. ഇനി അന്യഭാഷാ സിനിമകളുടെ ഒരു നിര തന്നെ ചിദംബരത്തിന്റെ ലിസ്റ്റിലേക്ക് വന്നേക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ മറ്റൊരു അനൗൺസ്മെന്റ് കൂടി വന്നു. അത് പ്രേക്ഷകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ചിദംബരത്തിന്റെ മലയാള സിനിമയുടെ വിവരമാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. മഞ്ഞുമൽ ബോയ്സ്, ആവേശം എന്നീ സിനിമകളുടെ സംവിധായകരായ ചിദംബരവും ജിത്തു മാധവനും ഒന്നിക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം. ചിദംബരം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ജിത്തു മാധവനാണ് തിരക്കഥ ഒരുക്കുന്നത്. KVN പ്രൊഡക്ഷനും ടാസ്പിയൻ ഫിലിംസും നിർമ്മിക്കുന്ന ചിത്രം അവതരിപ്പിക്കുന്നത് ശൈലജ ദേശായി ഫാൻ ആണ്. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു അഭ്യൂഹം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. വലിയൊരു റൂമർ. ജിത്തു മാധവൻ തിരക്കഥ എഴുതി ചിദംബരം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ നായകനായേക്കും എന്നതായിരുന്നു ആ റൂമർ. ഇപ്പോൾ പുതിയൊരു പടത്തിന്റെ അനൗൺസ്മെന്റ് കൂടി വന്നപ്പോൾ പ്രേക്ഷകർ വല്ലാതെ അതിശയവുമായി. ഈ റൂമർ സത്യമാവുകയാണല്ലോ എന്നത്. സംവിധാനവും തിരക്കഥയിലും മാത്രമല്ല ഛായാഗ്രഹണവും സംഗീതവും അടക്കം അണിയറയിലും പ്രമുഖരാണ് ഈ സിനിമയ്ക്കായി അണിനിരക്കുന്നത്. ഷൈജു ഖാലിദാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. സുശീൽ ശ്യാമാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. വിവേക് ഹർഷനാണ് എഡിറ്റർ. ആർട്ട് ഡയറക്ടർ അജയൻ ചാലിശ്ശേരി. ദീപക് പരമേശ്വരൻ, പൂജ ഷാ, ഖസാൻ അഹമ്മദ്, ദാവൽ ജദനിയ, ഗണപതി എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. ചിത്രത്തിലെ താരനിരയുടെ വിവരങ്ങൾ വരും ദിവസങ്ങളിലായി പുറത്തുവരും. തെന്നിന്ത്യയിലെ വമ്പൻ നിർമ്മാണ കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. KVN പ്രൊഡക്ഷൻസും ടാസ്പിയൻ ഫിലിംസും നിർമ്മിക്കുന്ന ചിത്രം അവതരിപ്പിക്കുന്നത് ശൈലജ ദേശായി ഫാൻ ആണ്. യാഷ് നായകനാകുന്ന ടോക്സിക്, തളപതി 69, പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഹിന്ദി ചിത്രം എന്നിങ്ങനെ വമ്പൻ പ്രോജക്റ്റുകളാണ് KVN പ്രൊഡക്ഷൻ നിലവിൽ നിർമ്മിക്കുന്നത്. എന്നാൽ ചിത്രത്തിലെ നായകനോ നായികയോ തുടങ്ങിയ കാസ്റ്റ് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇത് പ്രണവ് മോഹൻലാൽ ആണെന്ന് പലരും പറഞ്ഞുകൊണ്ട് എത്തുമ്പോഴും ആരായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ എല്ലാവരും. ഇതൊരു മലയാള പടം തന്നെയാണോ എന്ന് തന്നെ പലരും ചോദിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ച 2 സിനിമകളുടെ അണിയറ പ്രവർത്തകർ ഒരുമിക്കുമ്പോൾ പലതും പ്രതീക്ഷിക്കാമല്ലോ. ആവേശത്തിന്റെ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ആകുന്നു. മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ വീണ്ടും സംവിധാനം ചെയ്യുന്ന സിനിമ. ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും വരുമ്പോൾ അതിനൊരു ചെറിയ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് മൂവി അനലിസ്റ്റുകളും. ഈ ചിത്രത്തിൽ നായകനായി എത്താൻ പോകുന്നത് പ്രണവ് മോഹൻലാൽ ആയിരിക്കില്ല, ആസിഫ് അലി ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫൺ ഫ്രണ്ട്ഷിപ്പ് മൂവി ആകാനുള്ള സാധ്യത അവർ പറഞ്ഞു വെക്കുന്നു. ആസിഫ് അലിയാണ് നായകനായി എത്തുന്നത് എന്നാണ് സൂചന വന്നിരിക്കുന്നത്. എന്തായാലും പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് തമിഴ് പ്രേക്ഷകരാണ്. കാരണം ഈ പ്രൊഡക്ഷനിലാണല്ലോ തളപതി 69 എന്ന ചിത്രം വരാൻ പോകുന്നത്. അതിന്റെ അപ്ഡേറ്റ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രേക്ഷകരെല്ലാം കമന്റ് ബോക്സുകളിൽ എത്തിയിരിക്കുന്നത്. ചിദംബരത്തിന്റെ ഈ പോസ്റ്റിന്റെ അപ്ഡേറ്റും ഗണപതിയുടെ പോസ്റ്റിന്റെ അപ്ഡേറ്റിനും കമന്റുകൾ കൂടുതൽ വന്നിരിക്കുന്നത് ഇത് തന്നെയാണ്.